നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കൈരളി നിലനിൽക്കേണ്ടതും ശക്തിപ്പെടേണ്ടതും ജനാധിപത്യ ശാക്തീകരണത്തിന്റെ അനിവാര്യതയാണ്. കൈരളി ചാനലിനെ പൊക്കിയടിച്ചുകൊണ്ട് പിണറായി നടത്തിയ ഒരു വലിയ പ്രസംഗമായിരുന്നു ഇത്. ഇങ്ങനെ തള്ളിമറിച്ചത് മാത്രമേ മുഖ്യമന്ത്രിക്ക് ഓർമ്മയുള്ളൂ. ഇപ്പോൾ എയറിലാണ്. സഖാക്കളുടെ കണ്ണിൽ ദേശാഭിമാനിയും കൈരളിയും മാത്രമാണ് മാധ്യമങ്ങൾ. കൈരളിയെ ഒന്ന് വെളുപ്പിക്കാൻ മുഖ്യമന്ത്രി ശ്രമിച്ചതാണ്, പക്ഷെ അസ്ഥാനത്തായി പോയി. കൈരളിയും ഇല്ലായിരുന്നെങ്കിൽ എന്ന മട്ടിലായിരുന്നു മുഖ്യന്റെ തള്ളൽ. പാർട്ടിക്കാർ പോലും തിരിഞ്ഞു നോക്കാറില്ല കൈരളിയും ദേശാഭിമാനിയും. ഈ പറയുന്ന മുഖ്യമന്ത്രി പോലും കാണില്ല, എന്നിട്ടാണ് വെളുപ്പിക്കൽ. ഈ നൂറ്റാണ്ടിന്റെ തുടക്ക ദിവസം തന്നെ കൈനീട്ടമായി മുഖ്യമന്ത്രിക്ക് സ്വന്തം പാർട്ടി ചാനലിനെ കുറിച്ച് താഴെ പറയുന്ന വാക്കുകളിൽ പ്രശംസ ചൊരിയാൻ ചങ്കൂറ്റം ഉണ്ടാകുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ ഭരണത്തെക്കുറിച്ച് എന്താകും മനസ്സിലുണ്ടാകുക? കൈരളിയെക്കുറിച്ച് മുഖ്യമന്ത്രി പറഞ്ഞത് കേൾക്കുക. കൈരളിയും ഇല്ലായിരുന്നുവെങ്കിൽ മറ്റു മാധ്യമങ്ങൾ ഉണ്ടാക്കി നൽകുന്ന വാർത്തകളും വികല വീക്ഷണങ്ങളും ശരിയെന്ന് ജനം കരുതും. ദൃശ്യമാധ്യമ രംഗത്ത് പ്രതിപക്ഷം തന്നെ ഇല്ലെന്ന സ്ഥിതി വരും. കൈരളി നിലനിൽക്കേണ്ടതും ശക്തിപ്പെടേണ്ടതും ജനാധിപത്യ ശാക്തീകരണത്തിന്റെ അനിവാര്യതയാണ്. വയനാട്ടിലെ പിഞ്ചു പൈതൽ നൈസ പൊറുക്കട്ടെ എന്ന് മുഖ്യമന്ത്രിയെ കുടഞ്ഞ് ശക്തിധരൻ. മുഖ്യന്റെ മുഖ്യ ശത്രു ഇങ്ങനെ ട്രോളാൻ കാരണമുണ്ട്. ഉരുൾപൊട്ടലിൽ എല്ലാം നഷ്ടപ്പെട്ട് ആശുപത്രിയിൽ കഴിയുന്ന കുഞ്ഞു നൈസയെ പ്രധാനമന്ത്രി നേരിട്ടെത്തി കണ്ടിരുന്നല്ലോ. നൈസ മോദിയുടെ താടിയിൽ പിടിച്ച് കുസൃതി കാട്ടുന്നത് കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും വാർത്ത കൊടുത്തു. പക്ഷേ കൈരളിയും ദേശാഭിമാനിയും ഈ വാർത്ത കണ്ടില്ല. പിണറായി കുഞ്ഞു നൈസയെ തിരക്കിപ്പോയില്ലല്ലോ. അത് വലിയ മാനക്കേടുണ്ടാക്കി സർക്കാരിന്. പിണറായി പോയിരുന്നെങ്കിൽ കൈരളിയും ദേശാഭിമാനിയും അത് ആഘോഷിച്ചേനെ. പക്ഷേ പിണറായിക്ക് പോകാൻ സൗകര്യമില്ലത്രേ. മോദി നൈസയെ കൊഞ്ചിക്കുന്നത് പോലും രാഷ്ട്രീയ വൈര്യത്തിൽ വാർത്ത കൊടുക്കാത്ത കൈരളിയാണ് നല്ല മാധ്യമമെന്ന്. കൈരളിയും ഇല്ലായിരുന്നുവെങ്കിൽ പിണറായിയുടെ കരച്ചിൽ നോക്കണേ, വല്ലാത്ത രോദനമാണ്. കൈരളിയുടെ 25 വർഷം തികഞ്ഞ വേളയിൽ നടത്തിയ പരിപാടിയിൽ മുഖ്യമന്ത്രി നടത്തിയ പ്രസംഗത്തിലാണ് കൈരളിയെ ഇങ്ങനെ പൊക്കിയടിച്ചത്. പക്ഷേ ജനങ്ങളെടുത്ത് പൊങ്കാലയിട്ടിട്ടുണ്ട്. ശക്തിധരൻ പങ്കുവച്ച പോസ്റ്റിന് താഴെ കൈരളിയെ കുടഞ്ഞ് കുറെ കമന്റുകളുണ്ട്. മാധ്യമ മാലിന്യം എന്നൊക്കെ വിളിച്ചാൽ കുറഞ്ഞു പോകുമെന്നാണ് ചിലരുടെ കമന്റ്. അതിനാരാ കൈരളി കാണുന്നത്? റേറ്റിംഗിൽ ഏറ്റവും താഴെയാണ് കൈരളി. അതിനർത്ഥം സഖാക്കൾ പോലും കൈരളി ചാനൽ കാണുന്നില്ല എന്നല്ലേ? ദേശാഭിമാനിക്ക് മറിയക്കുട്ടി പേടി മാറിയിട്ടില്ലല്ലോ അല്ലേ? 200 ഏക്കർ സ്ഥലത്ത് താമസിക്കുന്ന മറിയക്കുട്ടിക്ക് ഏക്കർ കണക്കിന് സ്വത്തുണ്ടെന്ന് കഥ മെനഞ്ഞ ടീംസ് അല്ലേ? ഒടുവിൽ മറിയക്കുട്ടി കഴുത്തിന് പിടിച്ചപ്പോൾ മാപ്പ് പറഞ്ഞ് ഓടിയ ഓട്ടം മലയാളി മറന്നിട്ടില്ല തുടങ്ങി കൈരളിയെയും ദേശാഭിമാനിയെയും കുടഞ്ഞുകൊണ്ട് നിരവധി കമന്റുകളാണ് വരുന്നത്. പലപ്പോഴും സർക്കാരിനെയും CPM-നെയും വെട്ടിലാക്കുന്നതിൽ ഈ പാർട്ടി ചാനലിനും പത്രത്തിനും വലിയ പങ്കുണ്ട്. ഇതിൽ വരുന്ന വാർത്തകളൊക്കെ കണ്ടിട്ട് MV ഗോവിന്ദനും മുഖ്യമന്ത്രി പിണറായി വിജയനും അങ്ങ് ഇളകി രംഗത്ത് വന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്ന് അങ്ങ് കത്തിക്കയറും. പക്ഷേ പിന്നീടാണ് സംഭവം ഉൾട്ടയായി എന്ന് പോലും അറിയുന്നത്. ഒടുവിൽ അടിയിരുന്ന് മേടിക്കലാണ് സ്ഥിരം പണി. മറിയക്കുട്ടി വിഷയത്തിലൊക്കെ അതുതന്നെയാണ് സംഭവിച്ചതും. എന്തായാലും കൈരളി ഇല്ലെങ്കിൽ കേരളമില്ല എന്നാണ് പിണറായി പറഞ്ഞിരിക്കുന്നത്. അതെ, കൈരളി ഇല്ലെങ്കിൽ കേരളമില്ല. ഇനിയൊരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ CPM തന്നെ ഉണ്ടാകുമോ എന്ന് ഉറപ്പില്ല സഖാവെ. പിന്നെയല്ലേ കൈരളിയും ദേശാഭിമാനിയും. എന്തായാലും തള്ളിക്കോളൂ. തള്ളിമറിച്ച് കൈരളിയെയും ദേശാഭിമാനിയും അങ്ങ് ഉത്തുംഗ ശൃംഗത്തിൽ കൊണ്ട് എത്തിച്ചു നിർത്തണം. പക്ഷേ പുറത്തോട്ടിറങ്ങി ഈ പാർട്ടി ചാനലിനെയും പത്രത്തെയും കുറിച്ച് പറഞ്ഞാൽ ജനങ്ങൾ ചൂലെടുക്കും. അതാണ് സത്യം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.